എന്റെ മുന്നിലിരിക്കുന്ന 28 കുട്ടികൾക്കും 28 സങ്കടങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന മാഷ് AI വന്നാലും ബാക്കിയാവും. നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ്. നമ്മളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ കൂടി ജീവിതവുമായും സംസാരവുമായും ഇടപെടലുമായും വലിയ ബന്ധമുള്ളതാണ്. ആ കുട്ടിക്ക് ഉള്ളിൽ സമാധാനമില്ല എങ്കിൽ എത്ര പഠിച്ചൊരു കുട്ടിയാണെങ്കിലും ആ 2 മണിക്കൂർ നേരം ഉള്ളിലെ പെടച്ചിൽ കാരണം ആ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ കഴിയില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാ ദിവസവും രുചിയുള്ളതാവാറുണ്ടോ? ചില ദിവസം പാളൂല്ലേ? അതെന്തുകൊണ്ടാ? അന്ന് നമ്മുടെ മനസ്സ് പാളിയിരുന്നു. നമ്മുടെ പ്രസംഗം എല്ലാ ദിവസവും നന്നാവില്ലല്ലോ. ചില ദിവസം ആകെ കുഴപ്പത്തിലാവും. നമുക്ക് തന്നെ അത് മനസ്സിലാവും. കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്നറിയില്ല, നമുക്ക് മനസ്സിലാവും ശരിയായിട്ടില്ല. അതെന്തുകൊണ്ടാ? അന്ന് മനസ്സിൽ എന്തോ ഒരു പ്രശ്നം കുടുങ്ങി കിടക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ കുട്ടികളും 2 മണിക്കൂർ നേരമാണ്. ആ 2 മണിക്കൂർ നേരം ആ കുട്ടിയുടെ മനസ്സിലുള്ളൊരു പെടച്ചിൽ മതിയാകും. ആ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്നൊരു വലിയ ഗുരു ഉണ്ട്. ഈ അടുത്ത് മരിച്ചു പോയിട്ടാണ്. 108ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങള് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. തിച്ച് നാറ്റ് ഹാൻ എന്നാണ് പേര്. ജാപ്പനീസ് ആണ്. അദ്ദേഹം ഒരു വലിയ സന്യാസിയാണ്. അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഈ ടീനേജിലുള്ള കുട്ടികളെ കുറിച്ച്. ടീനേജിലുള്ള കുട്ടികളെയാണല്ലോ നമ്മളിങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. ഈ ടീനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണ്. ടീനേജ് പ്രായത്തിലുള്ള മക്കളുള്ള ആളുകൾക്കറിയാം. മിക്കവാറും ഈ രക്ഷിതാക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയൂലേ, ഇവിടെ ഈ സൈക്കോളജി ഒക്കെ പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം. അവരോടൊക്കെ വന്നിട്ട് രക്ഷിതാക്കൾ പറയും 7ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി ആളാകെ മാറി. കുട്ടികളെ കുറിച്ച് 8ാം ക്ലാസ്സിൽ എത്തിയതോടുകൂടി അയാൾ മിണ്ടാതായി, കല്യാണത്തിന് വിളിച്ച വരാതായി, ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി, അനിയത്തിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ പറയില്ലേ? എന്താ സംഭവം? എന്താണ് ഈ ടീനേജിലുള്ള കുട്ടിക്ക് സംഭവിക്കുന്നത്? ഇപ്പൊ ഇത്രയും സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 13ഓ 14ഓ വയസ്സ് മുതൽ ഓരോ മാസവും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു 7 ദിവസത്തെ കഷ്ടപ്പാടില്ലേ? ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ താണ്ടുന്ന ഒരു കഠിന കാലമില്ലേ? നിങ്ങൾ എന്താ ഞങ്ങളോട് വന്നിട്ട് പറയാ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും, എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയും, എനിക്കാകെ തളർച്ച വരുന്നു എന്ന് പറയും, കഴിഞ്ഞ ആഴ്ച പോലെയല്ല ഈ ദിവസങ്ങള്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എന്നോട് ചിലതൊന്നും പറയരുത് എന്ന് പറയും. ഇതൊക്കെ എന്താ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താ? നിങ്ങൾക്ക് ആ 7 ദിവസം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഉള്ളിലൊരു വലിയ പ്രയാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടറിയാം? നിങ്ങളുടെ ശരീരത്തില് ചില ഹോർമോണിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് പുരുഷന്മാർക്കുണ്ടോ? ഇല്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമുണ്ട്. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? കാരണം അവനെ മനസ്സിലാവണില്ല. നമ്മൾ അവനോട് കുട്ടിയോടെന്ന പോലെ പെരുമാറും. അവന്റെ ശരീരത്തില്, അവന്റെ സംസാരത്തില്, അവന്റെ ശബ്ദത്തില്, അവന്റെ മനസ്സില് അവൻ വലിയൊരാളായി തുടങ്ങിയതിന്റെ ലക്ഷണങ്ങളുണ്ടാവും. ആ കുട്ടിയുടെ സ്ട്രെസ്സിനെ കുറിച്ച് ആലോചിച്ചു. ആ കുട്ടിയെ നിയന്ത്രിക്കാനാകാത്ത വിധമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഈ സന്യാസി പറയുന്നത് എന്താ അറിയോ? പരീക്ഷയ്ക്കൊക്കെ പോകുന്ന നമ്മുടെ കുട്ടികളുണ്ടല്ലോ, പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ അല്ലെ, പേനെടുത്തോ, പഠിച്ചോ, എല്ലാം ഓർക്കുന്നില്ലേ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കൂലേ? അതൊന്ന് ചോദിക്കണ്ടെന്ന് അദ്ദേഹം പറയണ. അതൊക്കെ ആ കുട്ടി എടുത്തോളും. പകരം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം അവനെ അല്ലെങ്കിൽ അവളെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കൂ, ഒന്നും പറയണ്ട. പരീക്ഷയ്ക്ക്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ കുഞ്ഞിനെ കുറച്ചു നേരം ഒന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കും. അപ്പോഴേ ആ കുട്ടി ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് കാണാം, വിടാതെ പിടിക്കുന്നത് കാണാം. ആ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാല് ആ കുട്ടി ഇങ്ങനെ ചൂടാറി പരീക്ഷയ്ക്ക് പോകുന്നത് കാണാം. ഒരു സമാധാനം കിട്ടും. അദ്ദേഹം പറയണ ടീനേജിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയണ, പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടിയാവട്ടെ, സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഇത് വേറെ എവിടുന്നും കിട്ടൂലല്ലോ, അങ്ങാടിയിൽ നിന്ന് കിട്ടൂലല്ലോ, മാഷടുത്തുനിന്ന് കിട്ടൂലല്ലോ, ടീച്ചറുടെ അടുത്തുനിന്ന് കിട്ടൂലല്ലോ,
ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് നമ്മളിൽ നിന്ന് ടീനേജ് ആകുന്നതോടെ ഇങ്ങനെ അകലാൻ തുടങ്ങുന്ന ആ കുഞ്ഞിനെ ഒന്ന് അടുത്തേക്ക് വിളിച്ച് നിങ്ങളുടെ നെഞ്ചിന്റെ ചൂടത്തേക്ക് ഒന്ന് കൊണ്ടുവരൂ, അയാളൊന്ന് ചൂടാറട്ടെ. എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സമയം കഴിഞ്ഞു, നാളെ വർക്കിണ്ടല്ലേ, കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു കാലേ നിങ്ങൾ ഈ പ്രയാസപ്പെടുന്നുള്ളൂ. 4-5 കൊല്ലാണ് ആകെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടുള്ളൂ. എന്നാൽ ഈ 40, 50, 60 കൊല്ലം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സമാധാനമുള്ളതായിരിക്കും. ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയും. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആള് ഒരുപാട് ആളുകൾക്ക് ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ എവിടെ പെൺകുട്ടികളുണ്ടോ അവരോട് പറയണം, ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകള് ജീവിതത്തിലെ വളരെ ടോക്സിക് ആയ ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വരും. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു ലൈഫ് പാർട്ട്ണറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ കഴിയാത്ത വിധം സഹിച്ചു നിൽക്കേണ്ടി വരും. ഇറങ്ങിപ്പോകേണ്ട അവസ്ഥകൾ ഉണ്ടാവും, പക്ഷെ ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ, ഇവര് പഠിച്ചിട്ടില്ല, ഇവർക്കൊരു ജോലിയില്ല, സമ്പാദ്യമില്ല, വേറൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള യാതൊന്നും അവരുടെ കയ്യിലില്ല. ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ അവർ ഒറ്റക്കാകുന്ന ഒരു സമയത്ത് ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവര് സിംഗിൾ മദർ ആകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ആ കല്യാണം ശരിയായില്ല, പിന്നെ അവൾ ഒറ്റക്ക് ജീവിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലെങ്കിൽ സിംഗിൾ മദറായിട്ട് മക്കളുണ്ട്, ഭർത്താവില്ല, ഒറ്റക്കൊരു ഉമ്മ പൊരുതി ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അവളുടെ കയ്യിൽ പഠിച്ചിട്ടില്ല എങ്കിൽ, ഒരു ജോലിക്ക് ആവശ്യമുള്ളതൊന്നും അവളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവൾ നടുക്കടലിൽ പെട്ടതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് പറയണം, കല്യാണമൊന്നുമല്ല വലിയ കാര്യം. ഇത് നമ്മളെല്ലായിടത്തും പറയുന്ന, ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല, പക്ഷെ നമ്മൾ കാണുന്ന മനുഷ്യരാ. ഇത് വെറുതെ സങ്കല്പിച്ച് പറയണല്ല. കല്യാണമല്ല ജീവിതത്തിലെ വലിയ സംഭവം. വലിയ സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് കല്യാണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒറ്റപ്പെട്ടാൽ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവിടെയും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു മാർഗമില്ല. അറിവ്, വിദ്യാഭ്യാസം ഒരു പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും അയാളുടെ ചിറകുകളാണ്, അയാൾക്ക് പറക്കാനുള്ള ചിറകുകളാണ്. ഒരു പാമ്പിന്റെ മുന്നിൽ ചെറിയൊരു കുരുവി പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നല്ല വിഷമുള്ള ഒരു പാമ്പിന്റെ മുന്നിൽ ഒരു ചെറിയ കുരുവി ഇങ്ങനെ പെട്ടു നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. പാമ്പിങ്ങനെ പത്തി വിടർത്തി ആടുന്നതിന്റെ മുന്നിൽ ഒരു ചെറിയ കുരുവി ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. സത്യത്തിൽ കുരുവിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? കുരുവിക്ക് ചിറകില്ലേ, പാറിപ്പോഴേ. അതിനെ കാത്തിരിക്കുന്ന ഒരു ആകാശമില്ലേ? അതിന് പേടിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ചിറകാണ് വിദ്യാഭ്യാസം. ഈ ചിറകാണ് വിദ്യാഭ്യാസം. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ആ ചിറകിന്റെ പേരാണ് വിദ്യാഭ്യാസം. പറക്കാനുള്ള ചിറകിന്റെ പേരാണ്, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ആ കുട്ടികളോട് പറയണം, നിങ്ങളെ പിഴപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും, അതിലേക്കൊന്നും വീഴണ്ട കേട്ടോ. നിങ്ങളുടെ പ്രയോറിറ്റി തെറ്റിപ്പോകണ്ട. ഒരമ്മ ചെറിയ കുഞ്ഞിനെ തോളിലേറ്റി ഇങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കുകയാണ്, ഭിക്ഷക്കാരിയാണ്. അങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ഗുഹ കാണുന്നു. ആ ഗുഹയുടെ മുന്നിൽ ഒരാള് നിൽക്കുന്നുണ്ട്, ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റി ഈ അമ്മയോട് പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിൽ നിറയെ സ്വർണവും വജ്രവും പണത്തിന്റെ വലിയ വലിയ പെട്ടികളും ഒക്കെ, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറിയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷെ 2 മിനിറ്റ് 2 മിനിറ്റ് നേരം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാരിക്കൂട്ടാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. അപ്പൊ നിങ്ങൾ പുറത്തേക്ക് ചാടണം. ചാടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചാടാൻ കഴിയില്ല, ഇത് ക്ലോസ് ആയി പോകും, അടഞ്ഞു പോകും. ആ അമ്മ ആലോചിച്ചു, 2 മിനിറ്റൊക്കെ മതിയല്ലോ, 2 മിനിറ്റൊക്കെ മതി, വാരിക്കൂട്ടാൻ 2 മിനിറ്റൊക്കെ മതിയല്ലോ. അമ്മ നേരെ അകത്തേക്ക് പോയി വാരിക്കൂട്ടാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ വാരിക്കൂട്ടാം. ബെല്ലടിച്ചു, സമയം കഴിഞ്ഞ് പുറത്തേക്ക് ചാടി. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നോക്കുമ്പോ ഒരു 5 തലമുറക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ കയ്യിലുണ്ട്.
പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്താന്നറിയാ, ഒക്കത്തുണ്ടായിരുന്ന ഒരു കുട്ടിയില്ലേ, അത് അകത്തായിപ്പോയി. ഇതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. മുൻഗണനകൾ എവിടെയാണോ തെറ്റിപ്പോകുന്നത് അവിടെ നമുക്ക് പിന്നീട് ഉണ്ടാകുന്നത് മുഴുവനും ഖേദമായിരിക്കും. നിങ്ങളൊരു ചെറിയൊരു കുഞ്ഞിനെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കുഞ്ഞിന്റെ മുന്നിൽ 2 സാധനങ്ങൾ വെക്കുക. 500 രൂപയുടെ 4 നോട്ടുകൾ വെക്കുക. പിന്നെയോ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ചോക്ലേറ്റും വെക്കുക. എന്നിട്ട് ആ കുട്ടിയോട് പറയാ, നിനക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം, പക്ഷെ ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആ കുട്ടി എടുക്കാൻ സാധ്യതയുള്ളത് ആ ചോക്ലേറ്റ് ആയിരിക്കും. ആ പൈസ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 4 പേപ്പർ മാത്രമേ ഇരിക്കും, അല്ലേ? ആ ചോക്ലേറ്റ് എടുത്തിട്ട് കുട്ടി ഓടും. പിന്നെ കുറച്ച് വലിയ കുട്ടിയായി കാര്യങ്ങളൊക്കെ പറഞ്ഞാല് മനസ്സിലാകുന്ന സമയമാകുമ്പോ കുട്ടിയോട് ഈ കഥയൊന്ന് പറഞ്ഞു കൊണ്ടു. എടാ, നിന്റെ മുന്നില് ഞാൻ 500 രൂപയുടെ 4 നോട്ടുകൾ 2000 രൂപയും വെച്ചു, 10 രൂപയുടെ 2 ചോക്ലേറ്റും വെച്ചു. എന്നിട്ട് നിന്നോട് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്തോ. നീ എന്തെടുത്തതെന്നറിയോ? ആ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാല് ആ കുട്ടി തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയും, 2000 രൂപ കൊണ്ട് എത്ര ചോക്ലേറ്റ് വാങ്ങായിരുന്നു, ഞാൻ എന്ത് മണ്ടനായി പോയി എന്ന്. ഇല്ലേ? കുട്ടിക്ക് തെറ്റിപ്പോയത് എന്താ? പ്രയോറിറ്റി. അതിന്റെ കാരണം എന്താ? കുട്ടിക്ക് അറിവില്ലാത്തോണ്ട് സംഭവിച്ച. അറിവ് എന്നുള്ളതിന് സംസ്കൃതത്തിൽ എന്താ പറയാന്നറിയോ നിങ്ങൾക്ക്? അറിവ് എന്നുള്ളതിന് വേദം എന്നാ പറയാ. ഇല്ല എന്നുള്ളതിന് എന്താ പറയാന്നറിയോ? ന എന്നാ പറയാ. അപ്പൊ എന്തായി? വേദം പ്ലസ് ന എന്താ? വേദന. വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് പിന്നീട് ഉണ്ടാകുന്നതിന്റെ പേരാണ് വേദന. വെറുതെ ആലോചിച്ചു. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറഞ്ഞത്, ചെയ്തത്, പ്രവർത്തിച്ചത്, പ്രതികരിച്ചത്, അറിവില്ലായ്മ കൊണ്ട് എന്താണ് സംഭവിച്ചത്, അതിന്റെ പേരിൽ പിന്നീട് നമുക്ക് ഉണ്ടാകുന്നതിന്റെ പേരാണ് വേദന. അതുകൊണ്ട് നിങ്ങളോട് പറയുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രയോറിറ്റി നിങ്ങളുടെ പഠനമാണ്. അതിന്റെ കാരണം പഠനം നിങ്ങളുടെ ചിറക, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിറക. ഇവിടെ പൈസ ഇല്ലാതെ ഈ ഭൂമിയിൽ ജയിക്കാൻ കഴിയില്ല. മനസ്സമാധാനത്തിന്റെ 90% കാരണം ഏതെങ്കിലും ഒരർത്ഥത്തിൽ പണമായിരിക്കും. സത്യം. 42 കൊല്ലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പറയണ മനസ്സമാധാനത്തിന്റെ വലിയൊരു പങ്ക് പണമായിരിക്കും. പണം കയ്യിലുണ്ടെങ്കിൽ ഒരാൾക്ക് ഉണ്ടാകുന്നൊരു സമാധാനമുണ്ട്. വിദ്യാഭ്യാസമാണ് ജീവിതത്തിൽ അന്തസ്സോടുകൂടി പണം സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അന്തസ്സോടുകൂടി പണം സമ്പാദിക്കാനുള്ള മാർഗം. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ വരുംകാലം മുഴുവനും സമാധാനമുള്ളതാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്മൾ എത്ര നിഷേധിച്ചിട്ട് കാര്യമില്ല, അതൊരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റികൾ മാറിപ്പോകാതെ, നിങ്ങളുടെ മുൻഗണനകൾ തെറ്റിപ്പോകാതെ വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം ഇങ്ങനെ നിങ്ങൾ കൂർപ്പിച്ചു നിൽക്കേണ്ട സമയമാണ്. നിങ്ങൾ മക്കയില് കഅബയുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടില്ലേ? കണ്ടില്ലേ? കഅബയുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടോ? കഅബ എന്ന് പറയുന്നത് മക്കയിലെ ഒരു സ്ക്വയർ ആണ്. അതിന് ചുറ്റും ആളുകൾ ഇങ്ങനെ തവാഫ് എന്ന് പറയാം. നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം അതന്നെ തവാഫ്. അതിങ്ങനെ കറങ്ങുന്നത് കാണാം. 10,000-കണക്കിന് മനുഷ്യരാണ് കറങ്ങുക. 24 മണിക്കൂറും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നിൽക്കൂല. കോവിഡിന്റെ സമയത്ത് മാത്രമാണ് അത് നിന്നിട്ടുണ്ടാവുക. അല്ലാത്ത സമയത്തൊക്കെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട്, ആ കറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? അതെന്താ അത്ര ഭംഗി ഉണ്ടാവാൻ കാരണം എന്നറിയോ? നടുവിലൊരു കഅബ ഉണ്ടായതുകൊണ്ട്. നടുവിൽ അങ്ങനെ ഒരു കഅബ ഇല്ലെങ്കിൽ ആ തവാഫിന് അത്ര ഭംഗി ഉണ്ടാവില്ല. കാരണം എന്താണ്? ലക്ഷ്യം ഉണ്ടാവില്ല. കഅബയാണ് അവരുടെ ഖിബില എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. അങ്ങനെ ഒരു നടുവിൽ അങ്ങനെ ഒരു കഅബ ഇല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ടും കൊണ്ട് ചെതറിപ്പോകും. ഇതാണ് ലക്ഷ്യം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഗംഗ. പുണ്യനദിയാ ഗംഗ. ഗംഗാ നദിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്. അത്രയും വീതിയുള്ള നദിയാ ഗംഗ. എന്നാൽ ഇതേ ഗംഗ ഒരു സ്റ്റേറ്റിലെത്തുമ്പോ, ഒരു സംസ്ഥാനത്തെത്തുമ്പോ അതിങ്ങനെ പരന്നൊഴുകുന്നതിന് പകരം അതിങ്ങനെ ചെറുതായിട്ട് ഒഴുകും.
ഒരു തോട് പോലെ ഒഴുകും. മാത്രമല്ല ആ സംസ്ഥാനത്ത് എത്തുമ്പോൾ അതിന്റെ പേര് ഗംഗ എന്നല്ല, അതിന്റെ പേരും മാറി ഹൂഗ്ലി എന്നാ പറയുക. അതെന്താണ് അതിന് കാരണം എന്നറിയോ? ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം കേട്ടോ. പരന്നൊഴുകുന്ന ഗംഗ, പരന്നൊഴുകിക്കൊണ്ടിരുന്ന ഗംഗ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോ ഇങ്ങനെ ചെറുതായി ചെറുതായി ഒഴുകാൻ തുടങ്ങും. പേരും മാറി ഹൂഗ്ലി എന്ന പേര്. എന്താ അതിന് കാരണം എന്നറിയോ? അതിന്റെ കാരണം എന്താണെന്നറിയോ? ബംഗാളിൽ എത്തുമ്പോഴാണ് ഗംഗയുടെ സ്വഭാവം മാറുന്നത്. അതിന്റെ കാരണം അതിനൊരു ലക്ഷ്യമെത്താനായി. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് വീഴണം. ഇനി പരന്നൊഴുകാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ ശ്രദ്ധിച്ചൊഴുകണം. ഇനി ഇങ്ങനെ കൺവേർജ് ചെയ്ത് ഒഴുകണം. ലക്ഷ്യമില്ലെങ്കിൽ എങ്ങനെ ഒഴുകാം? നിങ്ങൾക്കൊരു സ്വപ്നമില്ലേ? നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലേ? നിങ്ങൾ എങ്ങോട്ട് ഒഴുകിപ്പോകും? ഏത് കുഴിയിലും ചെന്ന് വീഴും, ഏത് അപകടങ്ങളിലേക്കും ചെന്ന് പതിക്കും. എന്നാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ? നിങ്ങൾക്ക് ജീവിതത്തിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കിനാവുണ്ടോ? നിങ്ങൾ പരന്നൊഴുകൂല, നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഒഴുകും. നിങ്ങൾ ആര് തെറ്റിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ തെറ്റിപ്പോവില്ല, നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഒഴുകും, ഗംഗയെ പോലെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം വേണമെങ്കിൽ ചിലവഴിക്കാം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം സാറിനോട്.